ഇന്ന് നമുക്കൊരു ഫിഷ് മപ്പാസ് റെഡിയാക്കിയാലോ? അതിനായിട്ട് വേളാവെന്ന് പറഞ്ഞൊരു മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാമേ. അതിന് ചെറിയ റൗണ്ട് പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ആവശ്യമാണ്. അതേപോലെ തന്നെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു ചട്ടി ചൂടാവാനായിട്ട് വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് ചേർക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഓവറായിട്ട് ഇടരുത്, കയ്പ്പ് വരുവേ. ഉലുവ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. ഇനിയും നമുക്ക് അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാമേ. ചെറിയുള്ളി നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുന്നവരെ. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മുടെ തക്കാളിയിൽ അതുകൂടി ചേർത്ത് കൊടുക്കാമേ. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമാണ് നമ്മൾ മസാലയായിട്ട് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഒരുപാട് ചേർക്കണമെന്നില്ല. നമുക്ക് മപ്പാസ് ആകുമ്പോഴത്തേന് ഇതിനൊരു മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ പച്ചമുളക് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഈ മസാലയെല്ലാം ഒന്ന് മൂത്ത് വരണ വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊക്കെ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കുടംപുളി നമ്മളിവിടെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള 2 കഷ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാമേ. നമുക്ക് ഇതിനായിട്ട് തേങ്ങാപ്പാൽ ആവശ്യമാണ്. നമ്മളിവിടെ 2 പാലാണ് എടുത്തേക്കുന്നത്, 1-ാം പാലും 2-ാം പാലും. ഇത്രയും മസാല മിക്സ് ആയി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് ആ മസാല ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഞുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ. മീനും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് മീൻ പൊടിയാത്ത വിധം വേണം നമുക്കിനി ഇളക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്താലും മതി. മൺചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് വിതറിയിട്ടുണ്ട്. ഇനി അതിനെ ഇളക്കി വെച്ച് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിനകത്ത് ഈ ചാറ് നന്നായിട്ട് ഗ്രേവി നന്നായിട്ട് വറ്റി വരണ വരെ നമുക്കിത് ചൂടാക്കേണ്ടത് ആവശ്യമാണ്. മീനായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വേഗം. നമുക്ക് ഈ ഗ്രേവി എപ്പോഴാണോ വറ്റി വരുന്നത് നല്ല കുറുകി വരുമ്പോഴാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് വരുന്നത്. ഇതുണ്ട് നമ്മൾ മീനിൻ്റെ ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി.